ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പാലക് ചീര തോരനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പാലക് ചീര നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു പരുവത്തിൽ ഞാൻ കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത ചീര 2 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഒരു കടായി സ്റ്റവയിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിലാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിലാണ് ഞാൻ ഇതിലേക്ക് കടുകിട്ട് കൊടുക്കുന്നത്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉണക്കമുളക് മുറിച്ചതും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉണക്കമുളകും കറിവേപ്പിലയും നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സവാള അരിഞ്ഞത് 1/2 കപ്പ് അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴന്ന് വരണം. നിറമൊക്കെ മാറി നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ആ പാലക് ചീര അങ്ങ് ചേർത്ത് കൊടുക്കാം. പാലക് ചീര ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഇനി ഈ ചീരയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചീര വഴന്നു വരും തോറും വെള്ളം ഇതിൽ നിന്ന് ഊറി വരുന്നതാണ്. ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അത് വെന്ത് വരുമ്പോൾ വെള്ളം വറ്റി വരുന്നതായിരിക്കും. അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് സമയം നമുക്ക് ഈ ചീര വേവിച്ചെടുക്കാം. ചീര വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ തേങ്ങ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. ചിരകിയ തേങ്ങ 1/2 കപ്പ് അളവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിലാണ് ജീരകം ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അല്ലി ഒരു 4-5 എണ്ണം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട. തോരന് വേണ്ടിയിട്ടാണ്. ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കൂ, കണ്ടില്ലേ? ഈ ഒരു പരുവത്തിൽ ചതച്ചെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ചീര വെന്തോന്നൊന്ന് അടപ്പ് തുറന്ന് നോക്കാം. ചീരയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി നിൽപ്പുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് തുവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. വേവിച്ചെടുത്ത തുവരപ്പരിപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് അളവിലാണ് വേവിച്ച തുവരപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തുവരപ്പരിപ്പ് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. അപ്പോൾ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ തോരന് ഒരുപാടങ്ങ് വെന്തുടഞ്ഞു പോകരുത്. ഈ തുവരപ്പരിപ്പ് ഒരു പകുതി വെന്ത് കിട്ടിയാൽ മതിയാകും. ഈ ചീരയിൽ നിന്ന് ഊറി വന്ന വെള്ളത്തിൽ കിടന്ന് ഈ തുവരപ്പരിപ്പ് കുറച്ചും കൂടി ഒന്ന് വെന്ത് കിട്ടിക്കോളും. നമുക്ക് അടച്ചു വെച്ച് ഒരു മിനിറ്റ് സമയം വേവിച്ചെടുക്കാം. 1 മിനിറ്റ് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കി വെള്ളമെല്ലാം വറ്റി ഈ തുവരപ്പരിപ്പ് കുറച്ചും കൂടി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച ആ തേങ്ങാക്കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അരപ്പങ്ങ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ തുവരപ്പരിപ്പും കൂടി ചേർക്കുന്നത് കൊണ്ട് ഈ തോരന് പാലക് ചീര തോരന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതാണ്. പാലക് ചീരയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. പൊതുവേ ചീര കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.